ഫിനാൻസ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സുനി വേണമെങ്കിൽ 10,000 രൂപ EMI വെച്ച് തരുമായിരിക്കും 12 മാസത്തേക്ക്. 120 ഫിയസ്റ്റ കുറച്ച് കൂടുതലല്ലേ? കുറച്ച് കൂടുതലാണ്. ഇതിനകത്ത് ഫോർഡിന്റെ എഞ്ചിനല്ല ഇരിക്കുന്നത്, ഇതിനകത്ത് ബെൻസിന്റെ എഞ്ചിനാണ് ഇരിക്കുന്നതാണ് സുനി പറയുന്നത്. പറയാൻ പറഞ്ഞത്. അതെ അതെ, പറയാൻ പറഞ്ഞത്. അതെ അതെ. 6,85,000 രൂപയ്ക്ക് ഫുൾ ഓണോട് ഒരു വിലയിലുണ്ടായില്ലേ ഇപ്പൊ? 6,85,000 സ്വിഫ്റ്റിന്റെ വിലക്ക് 2022 വണ്ടി. അപ്പൊ ഈ വണ്ടി നമ്മള് 6.5 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 50,000 രൂപ ഓഫർ, 6 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 5.5 ലക്ഷം രൂപ ലോണും കിട്ടും. 6 ലക്ഷം രൂപയ്ക്ക് 20 വെന്യൂ രൂപയാണ് ഇതിനകത്ത്. 50 രൂപ ഓഫർ ഉണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ ഈ വണ്ടി എടുത്തോണ്ട് പോകും. 6 ലക്ഷം രൂപയ്ക്ക് 1 രൂപ പോലും വിലയില്ലല്ലേ? 2022 വണ്ടി. അജുന് ഈ വണ്ടി ലോൺ ഈ പറയുന്ന വിലയിൽ മേളിൽ ലോൺ മേടിച്ചും തരാം. 5 ലക്ഷം രൂപ ലോൺ കിട്ടും, സുഖമായിട്ട് കിട്ടും. അടിപൊളി. 4.85 വന്നാൽ 22 മോഡല് ഡ്രൈവറിനൊക്കെ ഉള്ള വില എന്ന് പറയുന്നത് 4.85 ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വല്ലാണ്ട് വില കുറഞ്ഞു അല്ലേ? നല്ല വില കുറച്ചില്ലേ? പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ക്വാളിറ്റി പ്ലസ് വിലക്കുറവ്. പുച്ഛ വാങ്ങ്, പുച്ഛം എന്നൊക്കെ പുച്ഛം അല്ല നിങ്ങളെ. അപ്പൊ 2024 ആൽഫ ഓൾ ഗ്രിപ്പ് പ്രോ എന്ന് പറഞ്ഞ വണ്ടി വെറും 11,000 കിലോമീറ്റർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. നല്ലൊരു യൂസ് ചെയർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം എല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇതിലും വില കുറച്ച് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്വിഫ്റ്റിൻ്റെ വിലയ്ക്കാണ് ഈ കിടക്കുന്ന വെന്യൂകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊല്ലത്താണ്, രണ്ടാംകുറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്. സുഹൈൽ ബ്രോ പോരെ, ബാ ചോദിക്കട്ടെ. സ്വാഗതം, മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൈൽ ബ്രോ, നിങ്ങളാണ് ഇവിടെ ഇപ്പോൾ എന്താ പറയുക മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ആക്കിയത് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കച്ചവടം നടക്കണം. ഞാൻ പറഞ്ഞത് ഏറ്റവും വില കുറച്ചിട്ട് ഈ വണ്ടികളൊക്കെ ഇവിടെ കിട്ടുന്ന പോലെ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ശരിക്കും നല്ല വില കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഈ കൊടുക്കുന്ന വണ്ടികൾ മാക്സിമം നമ്മുടെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണോ, അതാണ് ഹിസ്റ്ററി ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കി. നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുന്നത് ഒരുപാട് പണക്കാരൊന്നും വന്ന് സെക്കൻഡ് വണ്ടി എടുക്കില്ല. ഇത് എടുക്കാൻ വരുന്നതിന്റെ സാഹചര്യം പുതിയത് എടുക്കാൻ പാങ്ങില്ലാത്തതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒന്നും എടുക്കുന്നത്. എന്താ വെച്ചാൽ പുതിയ വണ്ടി ഇച്ചിരി വില കുറഞ്ഞ് കിട്ടുള്ളത്. പിന്നെ വേറെ കേസ് ഉണ്ട്, 90% ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ലോണം വില കുറയുന്നത്. അതെ അതെ. ഇവിടെ അങ്ങനെ ഒന്നും അല്ല എന്നുള്ളതാണ്. വണ്ടികളും ഒരു 90% വണ്ടികളും ബാങ്കിൽ ഫിനാൻസ് അടയ്ക്കാൻ പറ്റാതെ കസ്റ്റമറായിട്ട് തന്നെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യുന്ന വണ്ടികളുണ്ട്. അത് അല്ലാതെ തന്നെ പിന്നെ ഷോറൂമിൽ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ചില ആൾക്കാർ ഒരു വണ്ടി 5 കൊല്ലം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 3 കൊല്ലം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. എന്നാലും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അതായത് കൺസേൺ ഷോറൂമുകളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മളിന്ന് വണ്ടി എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വണ്ടിക്കും മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല, മീറ്റർ ടാമ്പേഡിംഗ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, ഒന്നുമില്ല. അതുപോലത്തെ വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വില കുറച്ച് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. കൂടുതലൊന്നും പറയണ്ട അല്ലേ? അപ്പോൾ തന്നെ സൂര്യ ബ്രോ, നമ്മൾ കുറെ നേരം കഥ പറയണം, കൂടുതൽ കഥ പറയണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം അല്ലേ? കുറച്ചധികം വണ്ടികൾ കാണിക്കേണ്ട 2 എപ്പിസോഡായിട്ട് കാണിച്ചു തരാം. ഒരു എപ്പിസോഡിൽ കുറച്ച് കൂടുതൽ SUV വണ്ടികളും അടുത്ത എപ്പിസോഡിൽ കുറച്ച് ചെറു വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് വേഗം നമുക്ക് കാണിച്ചു. അപ്പോൾ അതായത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി കുറേയധികം കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പെടുന്ന സാധനങ്ങളുടെ സുഹൈൽ ബ്രോ രാവിലെ നേരത്തെ വരണം എന്ന് പറഞ്ഞാൽ വരണം, അല്ലെങ്കിൽ ഇതുപോലെ വെയിൽ കൊള്ളേണ്ടി വരും. അതെ അതെ, എനിക്ക് അത് അങ്ങോട്ടാ പറയാനുള്ളത്. എൻ്റെ അടുത്ത് രാവിലെ 7 മണിക്ക് ഇവിടെ, നിങ്ങളെ കേൾക്കണം, 7 മണിക്ക് ഇവിടെ വരാന്ന് പറഞ്ഞത് ഞാൻ 7 മണിക്ക് വന്ന് ഇന്നപ്പോഴത്തേക്ക് വന്നത് 10:30 മണിക്ക്. മണി ഇപ്പൊ 12 മണി. ഷൂട്ട് തുടങ്ങിയത് ഇപ്പോഴാണ്. 7:30 മണിക്ക് വന്നു ഞാൻ 7:45 മണിക്ക് ഇവിടെ. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് നല്ല കോമ്പാക്ട് SUV ഒരുപാട് കാണിച്ചു തരാം. അത് മാക്സിമം വില കുറച്ച് കിടിലൻ വണ്ടികൾ അല്ലേ? ഇവിടുത്തെ ഓഫർ ഇവിടുത്തെ ഓഫർ തന്നെയാണല്ലോ എന്നും. നമ്മൾ ഓഫർ മാത്രമല്ല ക്വാളിറ്റി വണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ച ഒരൊറ്റ വണ്ടി നമുക്ക് ഇവിടെ ഇല്ല, വളരെ കുറവാണ്. ഇല്ലെന്നല്ല, ഉണ്ട്, വളരെ കുറവാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും നമ്മൾ ഒരു 80% സെയിൽ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1 നമ്മുടെ വിലക്കുറവും, 2 നമ്മുടെ ഡീലിംഗും, 3 നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി. നമ്മളെ മലപ്പുറത്തെ കാക്ക പറഞ്ഞതേ കറി വെക്കുന്ന പോലെയാണ്, ഉപ്പും മുളകൊക്കെ ഒരുപോലെ ആണ്. അപ്പൊ വിലക്കുറവും അതുപോലെ തന്നെ ക്വാളിറ്റിയും എല്ലാം പിന്നെ പറയണ്ട. അപ്പൊ അല്ല പറഞ്ഞ കാര്യം തന്നെയാ. അപ്പൊ വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കിടിലൻ വണ്ടികള് മാക്സിമം പ്രൈസ് കുറച്ചിട്ടല്ലേ? തുടങ്ങാം. ആദ്യത്തെ വണ്ടി ഒരു വെന്യൂ ആണ്. മോഡല് വെന്യൂ 2022 S+ എന്ന വേരിയന്റ് ആണ്. S+ എന്ന വേരിയന്റ് ആണ്. 35,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടയറും കാര്യങ്ങളൊക്കെ, 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി വന്നിട്ട് വെറും 35,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 6 മാസം ഇറങ്ങിയ വണ്ടി. അതെ അതെ അതെ, 22 6 മാസം ഇറങ്ങിയ വണ്ടിയാണ്. ഈ വണ്ടി ഇത്രയും വലിയൊരു 22 വണ്ടി നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി നമുക്ക് 65,000 ഓഫർ 6,85,000 രൂപയ്ക്ക് ഫുൾ ഓണോട് വിലയിലുണ്ടായില്ലേ? ഇപ്പൊ 6.85 സ്വിഫ്റ്റിന്റെ വിലക്ക് 2022 6.85 നിങ്ങൾക്ക് ഈ വെന്യൂ എടുത്തുകൊണ്ട് പോകാം. അതെന്തായാലും ട്രസ്റ്റ് വാല്യൂ തന്നെ കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പാണ്.
അടുത്തതായിട്ട് ഇതാ വീണ്ടും ഒരു വെന്യൂ. വീണ്ടും 2020 വെന്യൂ ആണ്. ഞങ്ങൾ ഇവനെ വേണു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അടിച്ചിട്ടത് വേണു എന്നാണ് പേരിട്ടേക്കുന്നത്. വേണു. അപ്പൊ വേണു ഇത് എസ് എന്ന വേരിയന്റ് ആണ്. വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. 12 മാസം വണ്ടിയാണ്. ഇവിടെ ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും. 18/12/2020 വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി നമ്മൾ 6.5 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 50,000 ഓഫർ, 6 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 5.5 ലക്ഷം രൂപ ലോണും കിട്ടും. 6 ലക്ഷം രൂപയ്ക്ക് 20 വെന്യൂ. 20 ലാസ്റ്റ് മോഡൽ വെന്യൂ. 20 ലാസ്റ്റ് മോഡൽ വെന്യൂ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണം വന്ന് ചെക്ക് ചെയ്യാം. ഷോറൂമിൽ വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വെറും 6 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ എടുത്തോളൂ. വീണ്ടും ഒരു വെന്യൂ, ഏറ്റവും പുതിയ മോഡൽ അല്ലേ? ഏറ്റവും പുതിയ മോഡൽ എന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഡീസലാ? ഈ വണ്ടിക്ക് ഗിയർ ഉണ്ട്, പക്ഷെ ക്ലച്ച് ഇല്ല. ഓക്കെ, IMT ആണ് വണ്ടി. ഇത് ടർബോ ആണ് മാത്രമല്ല, 1 ലിറ്റർ ടർബോ S+ ആണ് വണ്ടി. ഇത് മിഡിൽ ഓപ്ഷനിൽ ഓപ്ഷൻ വരും. അതെ 2022 മോഡലാണ് ഈ വണ്ടി. ഏതാ ചോദിച്ചേ? 2022 വെന്യൂ S+ ടർബോ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 7.5 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി. നമുക്ക് 65,000 ഓഫർ 6,85,000 രൂപയ്ക്ക് എടുക്കാം. എന്താണെന്ന് ആലോചിക്കുക. 6.85 IMT വണ്ടി വരെ അല്ലേ? IMT വണ്ടി. എന്താ നിങ്ങൾക്ക് എത്ര ലോൺ വേണം? ഫുൾ ലോൺ തന്നേക്കാം. ഒരു രൂപ പോലും മുടക്കണ്ട, ഫുൾ ലോൺ എടുത്തോണ്ട് പോകും. അതുപോലെ തന്നെ മാഗ്നറ്റ് ആണെങ്കിൽ നല്ല ബ്ലാക്ക് മാഗ്നറ്റ്, വെള്ള, അതുപോലെ ചുമപ്പ്, 3 എണ്ണം ഉണ്ട്. ഈ ബ്ലാക്ക് ഏതാ മോഡല്? ബ്ലാക്ക് വന്നിട്ട് 2023 മാഗ്ന XV ആണ് വണ്ടി. ഏറ്റവും ടോപ്പിന്റെ കമ്പനി ഇറക്കിനകത്ത് CVT ഗിയർ ബോക്സ് കൂടിയുള്ള ടർബോ വണ്ടിയാണ്. ഇത് ലേശം വില കൂടിയ നല്ല വണ്ടിയാണ്. അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ. അപ്പൊ ഞാനിത് വേറെ സ്റ്റൈലിൽ നോക്കട്ടെ. നിസാൻ മാഗ്നറ്റ് XV CVT ടർബോ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപയാണ്. നമ്മളിവിടെ ചോദ്യം നിങ്ങൾക്ക് 8 ലക്ഷം രൂപ ചോദ്യം. നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കാം അല്ലേ? അതെ. അതായത് 2 മാസം ഇറങ്ങി 23 വണ്ടി, 7,50,000 രൂപ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 7 ലക്ഷം രൂപ നിങ്ങൾക്ക് 12 രൂപയ്ക്ക് ഇറങ്ങിയപ്പോ വിലയില്ലേ? 13,80,000 നിലവിൽ ഇപ്പോഴത്തെ വിലയാണ്. 13,80 വിലയുണ്ട്. 13,80. ഓ, അത്ര വിലയുള്ള വണ്ടിയല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇനി വെള്ളയാണെങ്കിലോ? വെള്ള വണ്ടി വന്നിട്ട് 2021 നിസാൻ മാഗ്നറ്റ് XV പ്രീമിയം ആണ് വണ്ടി. ഇത് ഈ മാഗ്നറ്റിന്റെ ഫസ്റ്റ് വണ്ടി കേട്ടോ. അതെ. XV പ്രീമിയം ആണ് ഈ വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടി വന്നിട്ട് വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓൺലി 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 15,000 ഓടിയ പെട്രോളില് ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇതിനൊക്കെ ആണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ 6.5 ലക്ഷം രൂപയാണ്. ഇതിനകത്ത് 50 രൂപ ഓഫർ ഉണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ ഈ വണ്ടി എടുത്തോണ്ട് പോകും. 6 ലക്ഷം രൂപയ്ക്ക് 1 രൂപ പോലും നോക്കിയോ. ഇത് 7.5 ലക്ഷം രൂപ. ഇത് നിങ്ങൾക്ക് ഫുൾ ഓൺ കിട്ടും. ഇത് 6 ലക്ഷം രൂപ. ഇത് നിങ്ങൾക്ക് ഫുൾ ഓൺ തരാം. ഇനി അടുത്തിനി മാഗ്നറ്റ് XV-ലോട്ട് വേണം. 2023 മാഗ്നറ്റ് XV പ്രീമിയം ആണ്. 23 XV പ്രീമിയം പുത്തൻ വണ്ടി. ഇത് 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി റെഡ് കളർ ഇരിക്കുന്ന വണ്ടി. ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ് ഉൾപ്പെടെ എല്ലാ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി വന്ന് നമ്മൾ 6,75,000 ചോദ്യത്തിൽ നമുക്ക് 40,000 ഓഫർ 6,30,000 രൂപ എടുക്കാം. 6,35 ഏറെക്കുറെ ഫുൾ ലോണും കൊണ്ട് ഈ വണ്ടി ഇറക്കിയോണ്ട് 1 രൂപ തരണ്ട. ആലോചിക്കണം, 23 വണ്ടിയാണ് നിങ്ങൾക്ക് 6,35 അല്ലേ? അതും കിടിലൻ സാധനം, കിടുക്കാച്ച സാധനം, അടിപൊളി. അടുത്തത് ട്രൈബർ ആണ്. കുറഞ്ഞ 7 സീറ്ററിൽ ഞങ്ങളുടെ പാവങ്ങളുടെ ഇന്നോവ എന്നറിയപ്പെടുന്ന ട്രൈബർ ആണ് അടുത്ത വണ്ടി. 2022 RXL ആണ് വണ്ടി വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. RXL ആണ്. 15,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന 5.5 ലക്ഷം രൂപയാണ്. നമുക്ക് 65,000 ഓഫർ ഉണ്ട്. 4,80,000 രൂപ കൊടുത്തേക്കാം. വിലയില്ലല്ലേ? 2022 വണ്ടി. അജുന് ഈ വണ്ടി ലോൺ ഈ പറയുന്ന വിലയിൽ മേളിൽ ലോൺ മേടിച്ചും തരാം. 5 ലക്ഷം രൂപ ലോൺ കിട്ടും. സുഖമായിട്ട് കിട്ടും. അടിപൊളി. 4,85 വന്നാൽ 22 മോഡല് ട്രൈബറിനൊക്കെ ഉള്ള വില എന്ന് പറയുന്നത് 4,85 ആണ്. പ്രൊജക്ടർ അടക്കം വരുന്നുണ്ട്. അതെ. അടുത്ത ഇതാണെങ്കിലോ? ഇത് വീണ്ടും RXL 2022 തന്നെ ട്രൈബർ തന്നെയാണ്. ഇത് കിലോമീറ്റർ 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടി നമ്മൾ 5.5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്ന വണ്ടി നമുക്ക് 50,000 ഓഫർ വെച്ച് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ അല്ലേ? രണ്ടും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടികളാണ്. അതുപോലെ തന്നെ കിയ സെൽറ്റോസോ? ഇത് സോണറ്റ് ആണ് ശരിക്കും വണ്ടി. 2023 4 മാസം വണ്ടി. HTK പ്ലസ് ആണ് വണ്ടി. ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടി. വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്.
8.5 ലക്ഷം രൂപയുടെ നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 60,000 രൂപ ഓഫർ ഉണ്ട്. 7,90,000 രൂപ തന്നേക്കാം. 7,90,000 2023 വണ്ടിയോ? 2023 4 മാസം വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വല്ലാണ്ട് വില കുറഞ്ഞു അല്ലേ? നല്ല വില കുറച്ചില്ലേ? പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ക്വാളിറ്റി പ്ലസ് വിലക്കുറവ്. അജു പറഞ്ഞ എന്താ കറിക്ക് ഉപ്പ് വേണമെന്നോ? ഒരുപോലെ വേണമെന്ന് പറഞ്ഞ പോലെ. അത് തന്നെ. അപ്പം 7,90,000 രൂപയ്ക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് 8 ലക്ഷം വരെ ലോണും കിട്ടും. വേണമെങ്കിൽ 10,000 രൂപ അങ്ങോട്ട് നിങ്ങൾക്ക് ബൈബാക്ക് ആയിട്ട് കിട്ടും. 7,90 രൂപ സോണറ്റാണ് തരുന്നത്. അടുത്തത് ഇതല്ല അടിപൊളി വണ്ടിയാണ്. 2019 ഈ വണ്ടി നമ്മളിത് ട്രിവാൻഡ്രത്ത് ഞാനിത് ഓടിച്ചോണ്ട് വന്ന വണ്ടിയാണ്. വളരെ നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാനും. അപ്പൊ 2019 മോഡൽ വണ്ടി നെക്സോൺ ഓട്ടോമാറ്റിക് XZ A+ ആണ് വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കളറാണ് ഹൈലൈറ്റ്. വളരെ നല്ല കളറല്ലേ? ശരിക്കും ഒരുപാട് ആൾക്കാർ വിമർശിക്കും. എനിക്ക് പേഴ്സണലി ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഒരാള് ഈ വണ്ടി എടുത്താൽ അയാൾ ഭയങ്കരമായിട്ട് ഐഡന്റിറ്റി ചെയ്യപ്പെടും. ഇതില് പോയാലും ആൾക്കാർക്ക് മനസ്സിലായി വണ്ടിയല്ലേ. അതാണ് ഇതിന്റെ ഒരു വിഷയം. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടിക്ക് ഗിയർ വേണ്ട. ഗിയർ ഇല്ല. XZ A+ നിങ്ങളെ ഞാൻ ആരായി? ഞാൻ വെറും മുണ്ണയായില്ലേ? ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് കമ്പനി ഇറക്കിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇനി ഇതിന്റെ പ്രൈസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. 6 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് വണ്ടിക്ക് 60,000 രൂപ ഓഫറിൽ 5,90 ഉണ്ട്. 19 5,90 വലിയ കുറവൊന്നുമില്ല. നോർമൽ റേറ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഇയാൾ ഇപ്പൊ തള്ളി മറിക്കുന്നു. 5,90 നിങ്ങൾക്ക് 5.25 ലക്ഷം ലോൺ തരും കേട്ടോ. അതാണ് പറയുന്ന കണക്കൊന്നുമല്ല. 15,000 ഞാൻ പറഞ്ഞു നല്ല കുറവുള്ളവരൊക്കെ ഞാൻ കുറവുണ്ടെന്ന് പറഞ്ഞു. അത്ര വലിയ കുറവൊന്നും പറയാനില്ല. അതുകൊണ്ട് പറഞ്ഞാ ശരി. അത് പോട്ടെ. ശരി. ഇനി ഇത് നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ. 2023 ക്രെറ്റ SX. 23 SX അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ സൺറൂഫും മറ്റേ ഒരു മിനിറ്റ്. SX ഓപ്ഷനിലുണ്ട്. ഇത് ഓപ്ഷനാണോ? ഇത് SX ഓപ്ഷൻ അല്ല. ഓപ്ഷൻ XS അല്ലേ? നമുക്ക് വേണമെങ്കിൽ എഴുത്തിനകത്ത് പോകുന്നു പറഞ്ഞ് ഇങ്ങനെ ഇടാം. അപ്പൊ ഏറ്റവും ഫുള്ളിന് താഴെ വരും. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും അല്ലേ? പെട്രോൾ വണ്ടി. കിലോമീറ്റർ വെറും 33,000 കിലോമീറ്റർ. 23 വണ്ടി. 23 2 മാസം ഇറങ്ങിയ വണ്ടി. 23 മാസം ഇറങ്ങിയ വണ്ടി. 23 തന്നെ മാനുഫാക്ചറിംഗ് ഉണ്ട്. SX വണ്ടി 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന ഓട്ടോമാറ്റിക്കാ അല്ലല്ല മാനുവൽ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി. നമുക്ക് ഈ വണ്ടി 13,000 രൂപ ചോദിച്ചോണ്ടിരുന്ന വണ്ടി 70,000 ഓഫർ 12,70,000 രൂപയ്ക്ക് വേറെ എവിടെ കിട്ടും? ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 18 രൂപ വിലയില്ലേ? 20 ലക്ഷം രൂപ വിലയുണ്ട്. SX ആണ്. അതായത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ബട്ടൺ സെറ്റ് വണ്ടി. ഇത് നോക്കി നടക്കുന്നവർ ഇങ്ങ് വന്നോ, നിങ്ങൾക്ക് ഏറെക്കുറെ 12 ലക്ഷം വരെ ലോൺ കിട്ടും. ഒരു 75,000 രൂപയ്ക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒറ്റ റീപ്ലേസ് ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഒന്നും ഒരു വിലയില്ല അല്ലേ? സമ്മതിക്കണം. അടുത്തത് ഇന്നോവ ക്രിസ്റ്റ. ഈ ഇന്നോവ ക്രിസ്റ്റ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സിമ്പിൾ ഇല്ല. ഞാൻ കാണിക്കൂല. 2016 കൊണ്ടടേ ഇത് ഇളവി പോയത്. ആ സെയ്തിലി ഉണ്ടല്ലോ നമ്മളെ സ്റ്റാഫ്, അവൻ ഇങ്ങനെ നടന്നു പോകാൻ നേരത്തെ അവന്റെ ബെന്നിയൻ ഇങ്ങനെ കൊളുത്തിയപ്പോഴത്തേക്കും പോരുന്ന എന്റെ കൂടെ ചോദിച്ച് കൂടെ അങ്ങ് ഇറങ്ങി ബമ്പറും പറിച്ചോണ്ട് പോകാൻ ഭാഗ്യം. അപ്പൊ ഈ വണ്ടി 2016 മോഡല് ക്രിസ്റ്റ. 16 അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ ഇവൻ പൂപ്പിയാണ്. നമ്പർ ആക്കിയോ? നമ്പർ ആക്കി കേരള ആക്കി. KL 02 ആക്കി. കരിപ്പന്മാരുടെ നാട്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ വന്നിട്ട് വെറും 70,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഈ സിമ്പിൾ നിങ്ങൾ നോക്കണ്ട. ഇത് ഇരിപ്പുണ്ട്. ഞാൻ ഇതെടുത്ത് ഒട്ടിച്ച് തരാം. വീഡിയോക്ക് തൊട്ട് മുന്നിളായി പോയതാണ്. അപ്പൊ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. കൊല്ലം രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടി. Z വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതായത് 16 ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് 2.8 Z. അതെ. നമ്മള് 17,000 രൂപ ചോദിക്കുന്ന വണ്ടി 17,000 50 രൂപ ഓഫർ 17 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറയും. ഒലക്കമല വില കേട്ടോ. കാര്യം പറയാം. ഒരു 15,000 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ടല്ലോ. പിന്നെന്താ? അത് കേരള ആണെങ്കിൽ നിങ്ങൾ കിലോമീറ്റർ 70,000 കിലോമീറ്റർ. അതൊരു സിംഗിൾ ഓണർ വണ്ടി. ഈ വണ്ടി ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാതെ നിങ്ങൾക്ക് ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുപോയി ഈ വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല വണ്ടി 5-10 രൂപ അധികം കൊടുത്തെടുത്താലും നമ്മള് അബദ്ധത്തിൽ പോയി വീഴരുത്. അതേ ഉള്ളൂ എനിക്ക് പറയാം. ഞാൻ പറയുമ്പോ പിന്നെ ഈ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉപയോഗിക്കാൻ എടുക്കുന്നവന് അടിപൊളി അല്ലേ? അത്രയും ഉപയോഗിക്കുന്നുള്ളൂ. 16 അന്ന് ഇറങ്ങിയ Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും അറിയാലോ. ഓട്ടോമാറ്റിക് തന്നെ 2.4 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് 2.4 നിർത്തി കമ്പനി. നിർത്തി അല്ല ഞാൻ പറഞ്ഞത്. അതായത്
ഒരു 20 ശേഷമുള്ള വണ്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതിപ്പോ 2.8 നിങ്ങൾ Z ഓട്ടോമാറ്റിക് റീപ്ലേസ് ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട്, 10 രൂപ കൂടുതൽ നല്ല വണ്ടി എടുക്കുക അല്ലേ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, നല്ലതാണോ നോക്കി എടുത്തോളൂ കേട്ടോ. ഒരെണ്ണം കാണിച്ചു തരാം. സെയിം സാധനം ഇതേതാ? 17V ആണ്. ബി ആണ്. ഇതും റീ ആണോ? റീ കേരള ആക്കി പേപ്പർ ആക്കിയ വണ്ടിയാണ്. വി മാനുവൽ ആണ്. മാനുവൽ, അതെ അതെ അതെ. വീല് ഓട്ടോമാറ്റിക് ഇല്ല. അതും 1,04,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ. കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ പറയുമോ? അത് പറയാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല. നമ്മളെ ഏതെങ്കിലും വീഡിയോ കണ്ട കസ്റ്റമർ പറയട്ടെ കിലോമീറ്റർ ടാമ്പർ ചെയ്ത്, ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ ഈ പറയുന്ന 10,000 5,000 10,000 കിലോമീറ്റർ വ്യത്യാസം വരുമായിരിക്കും. നമ്മൾ ഇത്രയും വണ്ടി ഫീഡ് ചെയ്ത് വെച്ചേക്കല്ലേ. അല്ലാതെ നമ്മളിപ്പോ 1,00,000 കിലോമീറ്റർ അടയ വണ്ടി ഒന്നും ഒരിക്കലും കൊണ്ട് 75,000 ആക്കി വെക്കില്ല. നമ്മൾ ഈ സ്ഥാപനമായിട്ട് അങ്ങനെ സംഭവം ചെയ്യത്തുമില്ല. 2-2.5 കൊല്ലമായി, നമുക്ക് 10 കൊല്ലം ഓടിക്കണം. 3 കൊല്ലം 3 കൊല്ലം പോണു അല്ലേ. നമ്മള് 23, 24, 25 ഈ 26 ആയി. 25 23 നമ്മൾ എടുത്തു തുടങ്ങിയതാ വീഡിയോ. അപ്പൊ എന്തായാലും ഇതിപ്പോ നമുക്ക് എന്താ വില? നമുക്ക് 15 ലക്ഷം രൂപയ്ക്കകത്ത് 75,000 രൂപ ഓഫർ, 14,70,000 രൂപ കൊടുക്കാം. 12 രൂപ ലോൺ പാസ്സായി കിടക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോ കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം 17V അല്ലേ. പക്ഷെ 14,75 വലിയ കൂടുതലല്ല, നോർമൽ റേറ്റ് ആണ്. 14,75 12 ലോൺ പാസ്സായി കിടക്കുക. അതും പേപ്പർ ആക്കിയതാണ്, പേപ്പർ ആക്കിയ വണ്ടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണും കയറും. അപ്പോൾ കോമ്പാക്ട് ലിസ്റ്റിൽ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താലും സുൽബ്രോ കുറച്ച് വണ്ടികളും കൂടി പെട്ടെന്ന് കാണിച്ച് നിർത്തിയാലോ. പെട്ടെന്ന് കാണിച്ചു നിർത്താം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1-2 കാര്യം പറയാനുണ്ട്. ഇനി എപ്പിസോഡിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്തെടുക്കുക, ആവശ്യമുള്ളവർ എടുക്കട്ടെ മാക്സിമം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവും. അതെന്തായാലും ഉണ്ടാവും. അതൊന്നുകൊണ്ടാണല്ലോ ഇത്ര കാലം ഓടിയത്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. വേറെ കുറച്ച് വണ്ടികളുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു തരാം. സുൽബ്രോ അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു ഇലക്ട്രിക് വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ. അടിപൊളി ഒരു വണ്ടിയാണ്, ടൗണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, അതുപോലെ തന്നെ തടിയന്മാർക്കും മെലിഞ്ഞവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു MG-യുടെ വാഹനം. ബോഡി ഷേമിംഗ് ചെയ്തല്ല ഞാൻ പറഞ്ഞത്. നിലവിൽ ചില ആൾക്കാർക്ക്, തടിയുള്ള ആൾക്കാർക്ക് ചില വണ്ടിക്ക് അത് കയറി ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വണ്ടി MG-യുടെ കോമറ്റ് ആണ്, EV ആണ്. പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടി, നല്ല സെറ്റ് വണ്ടിയാണ്. കറക്റ്റ് കമ്പനിയിൽ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി നമ്മൾ 7.5 ലക്ഷം രൂപ കൊടുക്കായിട്ടുന്ന വണ്ടി നിങ്ങൾക്ക് ഇപ്രാവശ്യം 75,000 ഓഫർ വെച്ചിട്ട് 6,70,000 രൂപ എടുത്തോണ്ട് പോകാം. 6 ലക്ഷം വരെ ലോൺ കിട്ടും. 75,000 രൂപ ഈ വണ്ടി എടുത്തോണ്ട് പോകാം. പിന്നെന്താ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. ആയിക്കോണം. അപ്പൊ എന്തായാലും ആലോചിക്കണം, നിങ്ങൾ 23 മോഡൽ ഇതാ MG കോമറ്റ് ആണ്, നിങ്ങൾക്ക് 6,70,000 രൂപ വരുന്നത്. അത് നല്ല നീറ്റ് വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി അല്ലേ. അത് ഫാമിലിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ടൗണിലേക്ക് ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 200 കിലോമീറ്റർ നെറ്റ് ക്ലിയർ ആയിട്ട് ഓടിയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ലിവ അല്ലേ. അടിപൊളി ലിവയാണ്. ഇത് വളരെ കിട്ടാൻ വളരെ പാടുള്ള വണ്ടിയാണ്. 2016-18 ഡീസൽ. അന്ന് കമ്പനി ഇറക്കിയ ഏറ്റവും ടോപ്പിന്റെ VXD എന്ന് പറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല സീറ്റോറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് VXD ഡീസലാണ്. ഡീസൽ കാണൽ കുറവാണല്ലേ ഈ ഒരു മോഡലൊക്കെ? കുറവില്ല, വളരെ വളരെ റെയർ ആണ്. ഇനി കിട്ടാനില്ല, നല്ല വണ്ടികൾ കിട്ടാനില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല പക്ക ഇന്റീരിയർ ആണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. അപ്പൊ ഇത് എത്തിയോസ് ലിവ VXD എന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഈ വണ്ടി 7,80,000 ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഒരു 60,000 ഓഫർ 7,20,000 രൂപ എടുത്തോണ്ട് പോവാം. നിങ്ങൾക്ക് 6.5 ലക്ഷം വരെ എങ്ങും തൊടാതെ ലോണും കിട്ടും. 18 വണ്ടി കിലോമീറ്റർ 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ജെന്യുവിൻ കിലോമീറ്റർ, കേരള ഒറിജിനൽ കേരള വണ്ടി. നിങ്ങൾക്ക് അപ്പോൾ ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 6.5 ലക്ഷം രൂപ ലോണും 70 രൂപ ഡൗൺ പേയ്മെന്റ്, മൊത്തം 7,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. അജിയൊക്കെ എപ്പോഴും പറയാൻ മരിച്ചാലും ചാകൂലെന്ന് എന്താ പറഞ്ഞത്, തല്ലിക്കൊന്നാലും ചാവാത്ത എഞ്ചിനുള്ള നല്ല അടിപൊളി വണ്ടി. ഡീസലാണ്, അടിപൊളി മൈലേജും കിട്ടും. ഡുവൽ ടൂണുമാണ് വണ്ടി. അടുത്തതായിട്ട് ഒരു ഫിയസ്റ്റ. ഈ ഫിയസ്റ്റ എന്ന് പറയുന്നത് ഇത് സുനിയുടെ ഫിയസ്റ്റയാണ്. ഞങ്ങളുടെ സുനിയുടെ ഫിയസ്റ്റ എന്ന് പറയുമ്പോഴത്തേക്കും സുനി ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വില വെച്ച് നോക്കുവാണെങ്കിൽ 2 ഫിയസ്റ്റയുടെ കാശാവുകയാണെങ്കിലും ഈ എടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ടച്ച് സ്ക്രീൻ സെറ്റ്, ഇതിന്റെ അകത്ത് ബാക്കിൽ നല്ല വലിയ ബാസ് ട്യൂബ് കാര്യങ്ങള്, 10-25 മൈലേജ് ഒക്കെ കിട്ടും. 2008 മോഡൽ. ഇതും സുനിയുടെ കലാപരിപാടി ആയിരിക്കും അല്ലേ? ഇത് സുനിയുടെ കലാപരിപാടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതാണ്ട് ദേഷ്യമുള്ള പിള്ളേരും താണ്ട് ഇവിടെ അരിവാൽ ചുറ്റിക നക്ഷത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി നമ്മുടെ സുനിമോൻ ചോദിക്കുന്ന 1,20,000 രൂപയാണ്. ഫിനാൻസ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സുനി വേണമെങ്കിൽ 10,000 രൂപ EMI വെച്ച് തരുമായിരിക്കും 12 മാസത്തേക്ക്. 1.20 ഫിയസ്റ്റ കുറച്ച് കൂടുതലല്ലേ? കുറച്ച് കൂടുതലാണ്. ഇതിനകത്ത് ഫോർഡിന്റെ എഞ്ചിനല്ല ഇരിക്കുന്നത്.
ഇതിനകത്ത് ബെൻസിന്റെ എഞ്ചിനാണ് ഇരിക്കുന്നതെന്നാണ് സുനി പറയുന്നത്. പറയാൻ പറഞ്ഞത്. അതെ അതെ പറയാൻ പറഞ്ഞത്. അതെ അതെ ശരി. അപ്പൊ എന്തായാലും ഫോർഡ് ഫിയസ്റ്റ ആണ്. പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2008 വണ്ടി. ഈ 120 ആണെങ്കിലും നിങ്ങൾ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറോട് സംസാരിക്കാം. ശരി. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ് ആയിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ സെറ്റ്, പിന്നെ എന്താ കുറെ പുള്ളി ഡീകാർബണൈസ് ഒക്കെ ചെയ്തു. ഇഞ്ചിനൊക്കെ നല്ല പക്കയാക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. 10-25 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ബാക്കിൽ പിന്നെ എന്താണ് ഈ ബാസ് ട്യൂബും കാര്യങ്ങളും കുറെ ഫിറ്റിംഗ്സ് പുള്ളി അതിനകത്ത് എക്സ്ട്രാ വണ്ടി നോക്കുക, എന്തൊക്കെ മാക്സിമം കുറച്ചൊക്കെ എടുത്തുണ്ട്. പിന്നെ പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഫിയസ്റ്റ ആണ്, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഫോർഡ് ആണ് കേട്ടോ. അപ്പൊ എന്താ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നിലയിലുള്ള വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. ഈ നിലയിൽ നല്ല കിടിലൻ 2-3 പോളോ കിടപ്പുണ്ട്. മാക്സിമം വില കുറച്ച് ക്വാളിറ്റി വണ്ടികൾ, നല്ല ക്വാളിറ്റി വണ്ടികളാണ്. പോളോ പെട്രോൾ ആണ് ഓൾമോസ്റ്റ് എല്ലാം. അപ്പം ഇതെന്ന് പറയുന്നത് റെഡ് പോളോ 2017 മോഡല് കംഫർട്ട് ലൈൻ ആണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. എല്ലാത്തിനും നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ നമ്മളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് അതിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതിന്റെ ടയർ, ഇൻഷുറൻസ്, RC എല്ലാ സാധനം നമ്മൾ അയച്ചു തരും. അതെ. ഇതിപ്പോ മോഡൽ 17 ആണെന്ന് പറഞ്ഞു. ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ ഇല്ല. വണ്ടി കിട്ടാൻ വളരെ റയർ ആയിട്ട് സാധനമാണ്. കിട്ടും സാറ്. നല്ല വണ്ടി എനിക്ക് എടുത്തു തരണം സാറേ. ഓ പുച്ഛ വാങ്ങ്, പുച്ഛം പുച്ഛം. അല്ല നിങ്ങളെ വണ്ടി വൻ സംഭവമാക്കുമ്പോ നമ്മളങ്ങനെ ബിൽഡപ്പ് കൊടുത്താലേ ഈ കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ റെയർ വണ്ടി ചെറുക്കൻ പറഞ്ഞില്ലേ എടുക്കാൻ. നീ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പുച്ഛിച്ച് കഴിഞ്ഞാൽ ബിൽഡപ്പ് പോയി, മൂട് പോയി. ശരി. ഇതിപ്പോ എന്താ വില? 6 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിങ്. അതൊരു വക. നമ്മൾ എത്ര രൂപ കുറയ്ക്കണം എണ്ണം പറ. എത്ര കുറയ്ക്ക് പറ? 75,000 രൂപ കുറയ്ക്കാം. അപ്പൊ 5-25 5,25,000 രൂപ. 17 പെട്രോൾ അല്ലേ? 17 ലോ കിലോമീറ്റർ. മോശമൊന്നുമില്ല. 5-25 നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഗ്രേ ആണെങ്കിലോ? ഇത് 19 കപ്പ് എഡിഷൻ. കപ്പ് എഡിഷൻ ആണ്. കപ്പ് എഡിഷൻ പറഞ്ഞാൽ ഇതിനകത്ത് കപ്പ് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഇത് ഓൾ സ്റ്റാർ അലോയ്സ് എന്ന് പറഞ്ഞ അലോയ് വീലും കാര്യങ്ങളൊക്കെ അന്ന് ഇറക്കി കഴിഞ്ഞാൽ ഒരു ടോഫി ബ്രൗൺ എന്ന് പറഞ്ഞ കളർ വണ്ടിയാണ്. ഫോക്സ് ഇറക്കിയ വളരെ കിടിലം വണ്ടി. 70,000 കിലോമീറ്റർ മാത്രം ഓടിയ ടി വാഹനം 2019 8 മാസമാണ് ഇറങ്ങിയേക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ വണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന 5,80,000 രൂപയാണ്. 60,000 രൂപ ഓഫർ, 80,000 രൂപ ഓഫർ. 5 ലക്ഷം രൂപ എടുത്തോണ്ട് പോയിക്കോ. 5 ലക്ഷം രൂപയ്ക്ക് ലോൺ എത്ര വേണം? എത്ര രൂപയ്ക്ക് കയറും? 5 രൂപ ലോണും തരാം. 19-ന് 5 രൂപയും 17-ന് 5-20. അതാണ് അവിടെയാണ് പരിപാടി. അവിടെയാണ് വ്യത്യാസം. വണ്ടി പക്ഷെ പക്കയല്ലേ? വണ്ടി നല്ല വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് അത് സിംഗിൾ ആണ്. ഇത് സെക്കൻഡ് ആണ്. അങ്ങനത്തെ 1-2 ചെറിയ പിന്നെ കിലോമീറ്റർ ഈ പറഞ്ഞ 70,000 ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അല്ലാതെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറയുന്നതിനകത്തൊക്കെ ഒരു മാറ്റവും കാണത്തില്ല കേട്ടോ. പിന്നെ 2013 വണ്ടി. ഇത് 13 പോളോ കംഫർട്ട് ലൈൻ. കംഫർട്ട് ലൈൻ പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ. കിലോമീറ്റർ വെറും 45,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ബോഡി എങ്ങനെയുണ്ട്? പിന്നെ പോളോയുടെ ബോഡി ഒന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് മോശമാണ്. അതൊരു നല്ല ബോഡി ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടി അല്ലേ? വൃത്തിയുള്ള വണ്ടി. നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു 25,000 രൂപ കുറച്ച് 3,25,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 3 ലക്ഷം രൂപ ലോണും കിട്ടും. 25,000 രൂപ വന്നോ? 13 അല്ലേ? 13. പെട്രോൾ വണ്ടികളായതുകൊണ്ട് കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. നല്ലോണം ചെക്ക് ചെയ്യുക. റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പാണ്. 320-ന് 25-ന് ഇത് എടുത്തോണ്ട് പോവാ കേട്ടോ. അതെ. 3 ലക്ഷം രൂപ ലോൺ, 25,000 ഡൗൺ പേയ്മെന്റ് എടുത്തോണ്ട് പോവാ. അടുത്തത് ചിമ്മിനി. ഈ വണ്ടി മാരുതി ഇറക്കി. എന്തിനിറക്കിന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് നമ്മളെ ഈ മലം പ്രദേശമായ വയനാട്, പത്തനംതിട്ട, ഇടുക്കി. കുറച്ചാളായിട്ട് തെറിയൊന്നും കേൾക്കലില്ല. അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഇയാള് വയനാടുകാരനെ ഉണ്ടല്ലോ എന്റെ അടുത്ത് ഇത് പറഞ്ഞത്. അല്ല, അതിപ്പോ ഇടുക്കിക്കാരനാണല്ലോ വിളിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാല് ഈ വണ്ടി കൂടുതലും 4x4 ആണ് ഇറങ്ങുന്നത്. എന്റെ പൊന്നെണ്ണ ഈ പാട്ട്. ഇത് ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ജിംനിയുടെ ആൽഫയാണ് വണ്ടി. വണ്ടി നല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അല്ല, വണ്ടി പറഞ്ഞ പോലെ തന്നെ അതായത് വേറൊരു കാറ്റഗറി തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. ഇതിന് ശരിക്കും 4 വീലിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലായിരുന്നു ശരിക്കും. ഒരു കേസ് എന്ന് പറഞ്ഞാല് ഇത് ഒന്നാമത് ചെറിയ വണ്ടിയല്ലേ അല്ലേ? അത് ശരി. അപ്പൊ ഞാനാരായി? ഇപ്പൊ ഞാനാരായി? ഇല്ല, കമ്പനിക്കാരായി. അതെ. എന്തൊക്കെ പറഞ്ഞാൽ 2024 മോഡൽ 6 മാസം ഇറങ്ങി. 2024 6 മാസം വണ്ടി. വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോൾ. ഹൈ ക്വാളിറ്റി പെട്രോളേ ഉള്ളൂ അണ്ണാ ഇതിനകത്ത്. ഇതിന്റെ അകമൊക്കെ കയറി നോക്ക്. കണ്ടെയ്നർ ഇറങ്ങത്തില്ല ഇതിനകത്തുനിന്ന്. സെറ്റ് വണ്ടിയാണത്. കയറിയാലേ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 2024 ആൽഫ ഓൾ ഗ്രിപ്പ് പ്രോ എന്ന് പറഞ്ഞ വണ്ടി വെറും 11,000 കിലോമീറ്റർ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. 4x4 ആണ് വണ്ടി. ഒരു വലിയ ഗിയറും കൂടെ അതിന്റെ കൂടെ ഒരു ചെറിയ ഗിയറും ഉണ്ട്. കണ്ടോ? പിന്നെ നല്ല
കൊള്ളാട്ടോ, മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്ലീൻ ആണ്, ഒരു കുറ്റവും പറയാനൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, അന്നും ഇന്നും ഞാൻ പറയുന്നത് ആ വിലക്ക് ഇതൊരു വേർത്തല്ല, അത്രേ ഞാൻ പറയാറുള്ളൂ. വിക്കറ്റണ ഇത്. വിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മൾ 12.4 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടിക്ക് വില. നമുക്ക് ഇത് 1,15,000 രൂപ കുറച്ച് 11,35,000 രൂപയ്ക്ക് വണ്ടി തരാം. 11,35, അതായത് ജിംനി ഏറെക്കുറെ നമുക്കൊരു 10 ലക്ഷം രൂപ ലോണും കിട്ടും. ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പിന്റെ അന്ന് 16,50,000 രൂപ വില ഉണ്ടാവും. ഈ വണ്ടിക്ക് 16,50. ശരി, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു 24 മോഡലാണ്, വെറും 11,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 11,35 നേരം ഏറെക്കുറെ നമുക്കൊരു 10-12 ലക്ഷം രൂപ ലോൺ എടുക്കാം. ബാലൻസ് എമൗണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും മോശം ആർക്കും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ജിംനി വേണ്ടവര്. അതുപോലെ തന്നെ ഡസ്റ്റർ ഉണ്ടല്ലോ, ഡസ്റ്റർ വന്നിട്ട് 2019 മോഡൽ 85 PS ഡസ്റ്റർ ആണ്. 1985 PS. അതായത് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഇത് കിലോമീറ്റർ എത്രയാണ് ബ്രോ? കിലോമീറ്റർ 1 lakh എന്താണ്ട് ഓടിയിട്ടുണ്ട്, 1 lakhനകത്ത് ഓടിയിട്ടുണ്ട്. 85 PS ഡീസൽ വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആണ്. 2019 ആണ്. അതിനുശേഷം എനിക്ക് ഡീസൽ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അതെ. പിന്നെ ഇപ്പൊ പുതിയ ഇറങ്ങുന്നുണ്ട്. പുതിയ ഡസ്റ്റർ ഭയങ്കര തരംഗാവുന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അതിനെ ആരാണെന്ന് വെച്ച് നമ്മളെ ജനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്തായാലും. അപ്പൊ ഈ വണ്ടി നമുക്ക് വന്നിട്ട് 6 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിങ്. നമുക്ക് അതിനകത്ത് ഒരു 60,000 ഓഫർ, 5,90 നേരം ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും തരാം. ഒരു 90,000 രൂപ നിങ്ങൾക്ക് നല്ലൊരു ഡീസൽ വണ്ടി XUV സെഗ്മെന്റിൽ എടുത്തോണ്ട് പോകും. അതും കംപ്ലൈന്റ് ഒക്കെ കുറഞ്ഞ 85 ആണ്. അതെ. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. അല്ലെങ്കിൽ 110 കംപ്ലൈന്റ് ഒന്നും ഇല്ല. 110 PS വലിയ കംപ്ലൈന്റ് മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ്, അതായത് വണ്ടി നല്ല പവറാണ്. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. 85 PS 110 PS നല്ലതാണ്. ശരി, അപ്പൊ എന്തായാലും ഇത്രയും കാണിച്ചല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അവസാനിപ്പിച്ചാലോ? അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വില കുറച്ചിട്ടുള്ള വണ്ടികളാണ് ഈ എപ്പിസോഡ് കാണിച്ചതെല്ലാം തന്നെ അല്ലേ? ഇതിനെ കുറിച്ചിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാടാണ്, നിങ്ങളത് നോക്കിക്കോളൂ. അതെ, എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. സുഹൃത്തുക്കളുടെ നമ്പറൊക്കെ വെച്ചിട്ട് മാക്സിമം കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും